പരലോകത്തെ സ്വർഗം. ദുന്യാവിൽ എന്താ? അള്ളാഹുവിനനുസരിച്ച് എന്താ കിട്ടുക? സമാധാനമുള്ള ജീവിതം ഉണ്ടാവും. അസുഖം വരില്ല എന്നതിനർത്ഥമല്ല, പക്ഷെ മനസ്സമാധാനം ഉണ്ടാവും. കട ഉണ്ടാവില്ല എന്നൊന്നും അതിനർത്ഥമല്ല, മനസ്സമാധാനം ഉണ്ടാവും. പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അമ്പിയാക്കന്മാർക്ക് അതിൽ വലിയ പരീക്ഷ ഉണ്ട്. പക്ഷെ മനസ്സിനൊരു വൈവറിങ് ഉണ്ടാവില്ല. മനസ്സ് വളരെ കാം ആൻഡ് ക്വയറ്റ്സ്. ഇത് ഈമാനുള്ളവർക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകതയാണ്. അല്ലാത്തവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോകും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈമാനുള്ളവർ സമാധാനമാണ്. പരലോകത്താണെങ്കിലോ ജന്നതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, മനോഹരങ്ങളായ നദികൾ ഒഴുകുന്ന, മനോഹര നദികൾ എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു നദിയെയും സ്വർഗത്തിലെ നദിയുമായി ഉപമിക്കാൻ പാടില്ല എന്നാണ്. ദുന്യാവിലെ നദി നമ്മൾ ഫറൂഖ് പുഴയൊക്കെ നമുക്ക് ഓർമ്മ വരെ ചാലിയാറല്ലേ. ഈ പുഴയും സ്വർഗത്തിലെ പുഴയൊന്നും ഒന്നുമല്ല, പേര് മാത്രമേ ഉള്ളൂ എന്നാ, സാധനം വേറെയാണ്. ആപ്പിളും മുന്തിരിയും റുമ്മാനും ഒക്കെ സ്വർഗത്തിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ഷോപ്പിൽ കിട്ടുന്ന സാധനങ്ങളുടെ ഈ ഒരു രുചിയോ ടേസ്റ്റോ നിറമോ മണമോ ഒന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകരുതെന്ന്. അവിടെ ഉള്ളത് ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരാളുടെ മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തത്. മാലാ ഐനുൻ റഅത് അദത്തു ലിഇബാദിയൽ മുത്തഖീൻ, എന്റെ സജ്ജനങ്ങളായ ആളുകൾക്ക് ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത് മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സിൽ പോലും അതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നല്ലേ ഡിസൈൻ ചെയ്യാം. ഒരു എഞ്ചിനീയർക്കും ഒരു സോഫ്റ്റ്വെയർ ഒരാൾക്കും അത് കിട്ടില്ല. അതാണ് സ്വർഗലോകം എന്നാണ്. അള്ളാഹുവിലേക്ക് നമ്മെ എത്തിച്ചു തരട്ടെ.